കഥകളി കാണാൻ പോകാന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നത്. ഏതായാലും നമ്മോടൊപ്പം ഇപ്പം ഒരു ടീമുണ്ട്. ഇവർ കോഴിക്കോട് പ്രോവിഡൻസ് സ്കൂളിലെ ടീമാണ്. ഈ ടീമിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവർ 3 പേരും ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആ ഹോൾ ടീമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവർ ആദ്യമായിട്ടാണ് കഥകളി ഇപ്പോൾ ഒരു വർഷത്തോടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. അവരാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം, എങ്ങനെ തോന്നുന്നു ഇപ്പം ആദ്യം പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി? സന്തോഷമാണ്, ഒരുപാട് സന്തോഷം, സാറ്റിസ്ഫൈഡ് ആണ്. അതെ, ഈ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ ചെറുതായിട്ട്. കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഭയങ്കര മറ്റ് കോസ്റ്റ്യൂമുകളെ സംബന്ധിച്ച് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കഥകളിയുടേത്. എന്ത് തോന്നുന്നു? അപ്പോൾ അതൊക്കെ വെയിറ്റ് ഒക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പം അത് കളിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങനെ വലിയ കുഴപ്പങ്ങളായിട്ട് തോന്നില്ല. യെസ്, ഏതായാലും ഇവരെ പരിശീലിപ്പിച്ച് ഒരു വർഷം കൊണ്ട് സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിപ്പിച്ച സർ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ നമസ്കാരം. സാറിൻ്റെ പേരെന്തായിരുന്നു? കലാമണ്ഡല അരവിന്ദ്. അപ്പം ഇവരാദ്യമായിട്ടാണ് പഠിച്ച് സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. അവർ മനോഹരമായിട്ട് കളിച്ചു. സബിലും ജില്ലയിലും കളിച്ചൊരു എക്സ്പീരിയൻസ് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ അവർ സ്റ്റേറ്റിൽ നന്നായിട്ട് തന്നെ കളിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ. സ്കൂൾ അതുപോലെ തന്നെ പാരൻസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? പാരൻസിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. പുറത്ത് സ്കൂളിൽ നിന്ന് സിസ്റ്റർ പ്രിൻസിപ്പൾ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ കുട്ടികൾക്കും എല്ലാം നല്ല ഹാപ്പിയാണ്. ഇപ്പം ഈ പെർഫോമൻസിനകത്ത് മെയിൻ റോൾ ചെയ്ത ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. മോളെ പേരെന്തായിരുന്നു? ശ്രേയ. എന്ത് തോന്നുന്നു ഇപ്പം ആദ്യത്തെ സംസ്ഥാന കലോത്സവമാണ്, പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങി? എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. സന്തോഷമുണ്ട്. അപ്പം ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, എല്ലാം മാനേജബിൾ ആയിരുന്നു. സ്കൂള് അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എന്തായാലും സപ്പോർട്ട്. ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുമ്പോഴുള്ള ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം പെർഫോമൻസ് എങ്ങനെയാണ്? അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താ തോന്നുന്നു? എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ സിസ്റ്ററായാലും ആശാനായാലും പാരൻസ് ആയാലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. അപ്പം അത്ര പേടിയില്ല ഞങ്ങൾക്ക്. കളിച്ചത് നന്നായിരുന്നു തന്നെയാണ് വിശ്വാസം. ഏതായാലും മാക്സിമം കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി റിസൾട്ട് വരുമ്പോൾ കാണാമെന്നാണ്. അതെ. മോളെ എന്തായിരുന്നു പേര്? സംവർണ ഷാജി. പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയിട്ട് എന്താ തോന്നുന്നത്? നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഏതായാലും അവർ അരമണിക്കൂറോളം പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. സേഫ്. ഏതായാലും പ്രോവിഡൻസ് സ്കൂളിലെ ടീമാണ് നമ്മോടൊപ്പം ചേരുന്നത്. കോഴിക്കോടിൻ്റെ ടീമാണ്. ഏതായാലും ആദ്യത്തെ എല്ലാ വിജയാശംസകളും ഇവർക്ക് നേരുകയാണ്. ഇപ്പം എന്നോടൊപ്പം ക്യാമറയ്ക്ക് പിന്നിലുള്ളത് മനോജ് പി എല്ലാണ്. ഇത്രയും ഇപ്പം കഥകളി മത്സരം ഗ്രൂപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും 10 ടീമുകളോളം മത്സരിക്കാനുണ്ട്. ഏതായാലും ഇത്തരം വിശദാംശങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാനാകുന്നത്. സൈഫ് ജൽസി.